ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ കസിൻ്റെ കുറച്ച് കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമുക്കിത് അവിടെ നിന്ന് അല്ലെങ്കിൽ വേണ്ടതാ ഇവിടുന്ന് തുടങ്ങാം. കല്യാണ വീട്ടിൽ പന്തൽ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബ്രൈഡ്, പേര് ആര്യ. അപ്പോൾ ആര്യയ്ക്ക് മൈലാഞ്ചി ഇട്ടതെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാണ് ശ്യാംചേട്ടൻ ചെയ്യുന്നത്. അവൾക്ക് മുട്ടറ്റം വരെയൊന്നും വലിയ രീതിക്ക് ഡിസൈൻസ് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളുടെ ഫ്രണ്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ അവൾക്ക് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഞാനും ചെറുതായിട്ട് ഇട്ടു സ്വന്തമായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൾക്ക് 2-3 ഉരുള വാരി കൊടുത്തെങ്കിലും വിശപ്പ് മാറാത്തതുകൊണ്ട് അവളുടെ അമ്മ അവൾക്ക് വയറ് നിറയെ ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹൽദിക്കായിട്ടുള്ള അലങ്കാരപ്പണികളൊക്കെ തുടങ്ങി. പണിയെടുക്കുന്നവരും പണിയെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും പണിയെടുക്കുന്നത് കണ്ടിരിക്കുന്നവരും പണിയെടുക്കാതിരിക്കാൻ എന്താ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് നടക്കുന്നവരെയൊക്കെ ആയിട്ട് കുറേ പേരെ നമുക്ക് ഈ കല്യാണ വീട്ടിൽ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ എൻ്റെ മൈലാഞ്ചിയുടെ കുറച്ച് ഷോ ഓഫും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ഓൾമോസ്റ്റ് മ്യൂസിക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഊർജ്ജം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാട്ടൊക്കെ എടുത്തിട്ട് വൈബ് ചെയ്തു കേട്ടോ. അങ്ങനെ ഹൽദിയുടെ പണികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ അപ്പുറത്തെ മരത്തിൽ നിന്ന് കുറച്ച് മൾബറിയും പൊട്ടിച്ച് തിന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹൽദീൻ്റെ ഡ്രസ്സായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ അവളുടെ ഇടുന്നത്. വന്നല്ലോ. ഇപ്പം എങ്ങനെയാണ് റെഡി ആവുന്നതിൻ്റെ ഇടയിൽ എവിടുന്നാണ് ഓടി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരും റെഡിയായി. ഇതാണ് നമ്മുടെ ലുക്ക്. പക്ഷെ അവിടെ എത്തി പീക്കോലല്ലായിരുന്നു. മഴ ചതിച്ച് നല്ല രീതിക്ക് നനഞ്ഞ് കുളിച്ചാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പതിവ് തെറ്റിച്ച് കറക്റ്റ് സമയത്താണ് എത്തിയത്. ഞാൻ ഈ പതിവ് തെറ്റിച്ചു എന്ന് പറഞ്ഞ വേറൊന്നുമല്ല. സാധാരണ ഞാൻ എല്ലായിടത്തും ലേറ്റായിട്ടാണ് എത്താറുള്ളത്. ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു. അവർക്ക് ചന്ദനം തൊടലും മാലയിടലും മധുരം കൊടുക്കലും ഒക്കെ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കയറി. അത് കഴിഞ്ഞ് കുറച്ച് സമയം നാളത്തേക്കുള്ള ഡാൻസിൻ്റെ റിഹേഴ്സലായിരുന്നു. പിന്നെ മെയിൻ പരിപാടി ഫുഡ്. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് പാട്ട് പാടാനുള്ള മൂഡ് വന്നു. അങ്ങനെ പാട്ട് കഴിഞ്ഞപ്പോൾ ഡാൻസ് കളിക്കാനുള്ള മൂഡായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എനർജിയൊക്കെ ഭയങ്കര ലോ ആയിട്ടോ. എന്നിട്ടും റബ്ബർ പാല് കുടിച്ച പോലെ ഇവരുടെ തുള്ളാട്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരുടെ എനർജി ഒരുപോലെ പോയപ്പോൾ നമ്മൾ കുറച്ച് സമയം കാർഡ്സ് എല്ലാം കളിച്ചിരുന്നു. അപ്പോഴേക്കും സമയം ഏകദേശം വെളുപ്പിന് 2:30-3 മണിയോടെ അടുത്തായിട്ടുണ്ടായി. പിറ്റേ ദിവസം 9:30-ക്കും 10:00 മുഹൂർത്തം. അപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും കുളിച്ച് റെഡി വരും വേണം. പക്ഷേ രസമായിരുന്നു. നമ്മുടെ കസിൻസിൻ്റെ എല്ലാം കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന്. കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഹൽദി വിശേഷം കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അപ്പം അത്രയുള്ളൂ. ബൈ.